അപ്പം നമ്മളിന്ന് വന്നിരിക്കുന്നത് ഇതിനു മുമ്പ് നമ്മൾ പല പ്രാവശ്യം പറഞ്ഞൊരു കാര്യമാണ് വീൽ ബെയറിങ്ങിൻ്റെ കേസാണ്. അപ്പോൾ വീൽ ബെയറിങ്ങിൻ്റെ എന്തിനാണ് ചെറിയൊരു സൗണ്ട് കേൾക്കുമ്പോൾ നമ്മൾ ചെക്ക് ചെയ്യണം, ജസ്റ്റ് ചെക്ക് ചെയ്യണം. അതല്ലെങ്കിൽ നമ്മൾ ഷോപ്പിൽ കൊടുത്ത് ചെക്ക് ചെയ്തെന്ന് നോക്കിയിട്ട് നമ്മൾ എന്താണെന്ന് ഉറപ്പ് വരുത്തിയിട്ട് ചെറിയൊരു നിസ്സാര പൈസയിൽ ചേർക്കാവുന്ന കേസാണെങ്കിൽ നിസ്സാര ഇതിൽ തന്നെ തീർത്ത് പോകാൻ പറ്റും. അല്ലാതെ അത് വെച്ചുകൊണ്ടിരുന്ന് ഓടിച്ചുകൊണ്ട് കിടന്നിരുന്ന് വലിയൊരു കംപ്ലയിൻറ്റിലേക്ക് ചെന്ന് ഒരുപാട് സാധനങ്ങൾ അതിൻ്റെ കൂടെ ഒത്തിരി സാധനങ്ങൾ മാറ്റേണ്ട ഒരു അവസ്ഥ വരും. അങ്ങനെയൊക്കെ വരാതിരിക്കാൻ നമ്മൾ പല പ്രാവശ്യം പറഞ്ഞിട്ടുള്ളതാണ്. അപ്പോൾ അങ്ങനെ ഒരു കംപ്ലയിൻറ്റ് വന്നിരിക്കുന്നതാണ് ഇപ്പോൾ പറയുന്നത്. അപ്പോൾ ചെറിയൊരു സൗണ്ട് കേട്ടിട്ടുണ്ടാവും. അപ്പോൾ ഒരു കസ്റ്റമർക്ക് എന്താണെന്ന് അറിയാൻ അത് കൊണ്ടു നടന്നിട്ടുണ്ടാവും. അപ്പോൾ അതാണ് ഇപ്പോൾ ഈ വണ്ടിക്ക് വന്നാണ് ഏറ്റവും വലിയ കുഴപ്പം. അപ്പോൾ ഇപ്പോൾ ഇതിൻ്റെ പേരിൽ ഒരുപാട് സാധനങ്ങൾ മാറ്റേണ്ടി വരും. അപ്പോൾ ചെറിയ നിസ്സാര ബെയറിംഗ് മാറിയാൽ മതിയായിരുന്നു. അത് ചെയ്യാതെ കൊണ്ടു നടന്നിട്ടാണ് ഇപ്പോൾ ഇത്രയും പ്രശ്നം. അപ്പോൾ അതെന്താ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ നോക്കാൻ ജസ്റ്റ് ഓക്കെ. പല പ്രശ്നങ്ങളായിട്ട് ഈ സാധനം പോയി. ഇതുണ്ടോ, ഇതൊക്കെ ഇതിൻ്റെ ഒരു ഭാഗങ്ങളാണ്. ഇതിനകത്ത് ആകെയുള്ള ബോളും ബെയറിംഗ് എന്ന് പറഞ്ഞാൽ ഇത്രയും സാധനം മാത്രമാണ് ഇപ്പോൾ ഈ ബോൾ ബെയറിംഗ് സാധനം ഇതിനകത്തുള്ളൂ. ബാക്കി മുഴുവൻ ഇത് വണ്ടിയിൽ സൗണ്ട് കേട്ടി സാധനം പൊട്ടി തെറിച്ച് മൊത്തം പോയി അനുസരിച്ച് കാണുന്ന ഇതുണ്ട്. ഇതെൻ്റെ സബ് ആക്സിൽ എന്ന് പറയും, ബാക്കിലെ ആക്സിൽ. ഇത് ശരിക്കും ഇവിടെയാണ് വരുന്നത്. ഈ ഭാഗത്താണ് ഇത് വരുന്നത്. ഇതിങ്ങനെയാണ് ഈ ഭാഗത്ത് വരുന്നത്. ഇതല്ലോ, ഇതിങ്ങനെ വന്ന ഭാഗമാണ്. ഇത് ഈ ട്രിമ്മോ ഈ സാധനം കൂടി ഉണ്ട്. ഇതിൻ്റെ ഉള്ളിലാണ് ഇത് പറഞ്ഞത്. ഇതിൻ്റെ ഉള്ളിലായിട്ട് ഇവിടെയാണ് പറഞ്ഞത്. അപ്പോൾ ഇത് കിടന്ന് ഈ സാധനം ഈ ബെയറിങ് പോയിട്ട് കസ്റ്റമർ ഇത് ഓടിച്ചുകൊണ്ട് നടന്നിട്ടാണ് ഇത്രയും സംഭവം ഇങ്ങനെ അഴിച്ച് ഇടേണ്ടി വന്നത്. ഈ സബ് ആക്സിലൊക്കെ ഊരിയെടുത്ത് ഈ ആക്സിലൊക്കെ ഊരിയെടുത്ത് ഈ ബെയറിങ് ഡ്രമ്മ് ഉണ്ടോ, ഈ ഡ്രമ്മ് ഇതൊക്കെ ഊരിയെടുക്കേണ്ട അവസ്ഥ വന്നു ഇതിങ്ങനെ ഓടിച്ചുകൊണ്ട് നടന്നിട്ടാണ്. ഇത് ത്രെഡൊക്കെ പോയി, ആക്സിഡൻറ്റിൻ്റെ നെട്ടും പോയി, ഇതെല്ലാം പോയി. ഈ സാധനം വഴിപ്പോയി വെച്ചാൽ വീലിനകത്ത് വണ്ടി റോഡിൽ ബ്രേക്ക് ഡൗൺ ആയി വണ്ടി റോഡിൽ. അതാണ് പിന്നെ അവസ്ഥ. നിസ്സാര ഒരു ബെയറിങ്, ഈ ഒരു ബെയറിങ് മാറ്റിയാൽ മതിയായിരുന്നു. ഇതിൻ്റെ വില എന്ന് പറഞ്ഞാൽ 775 രൂപ ഈ സാധനത്തിൻ്റെ വില വരുന്നുള്ളൂ. ഇത് ഒറിജിനൽ എൻജീപ് സാധനമാണ്. അപ്പോൾ ഈ ഒരു സാധനം ഇത് മാറിയായിരുന്നെങ്കിൽ ഇത്രയും പ്രശ്നം വരില്ലായിരുന്നു. ഇപ്പം ആ ബെയറിങ് പോയി വീല് ഊരി താഴെ വീണു, വണ്ടി റോഡിൽ വീണു. അപ്പോൾ അങ്ങനെ വരാനുള്ള കാരണം ഈ സൗണ്ട് കേട്ടിട്ട് ഇത് കൊണ്ടു കിടന്നിട്ടാണ് ഇതിങ്ങനെ പോയത്. അപ്പോൾ അത് പോയത് കൊണ്ട് ഇതിൻ്റെ കൂടെ ഈ ആക്സിലിൻ്റെ ത്രെഡ് പോയി. ഇവിടെ കണ്ടോ, ഈ നെട്ട് വന്ന ഭാഗത്തെ ഇവിടെ ത്രെഡ് പോയി. ഇതിപ്പോൾ രണ്ടാമത് ലേറ്റി കൊടുത്ത് ഇപ്പോൾ കടയിൽ സ്റ്റോക്ക് ഉണ്ടായില്ല. അപ്പോൾ അതന്നെ നമ്മൾ മാറുന്നില്ല. അപ്പോൾ ഇത് ലേറ്റി കൊടുത്ത് നമ്മൾ ത്രെഡൊക്കെ റെഡി ആക്കിയില്ലേ. അപ്പോൾ ഒരു പുതിയ നെട്ടും അതിൻ്റെ കൂടെ വന്നു. അപ്പോൾ നെട്ട് പോയി, നെട്ടിൻ്റെ ത്രെഡും ഒക്കെ പോയി. അടിച്ചടിച്ച് ലൂസായി അടിച്ചടിച്ച് ഓടി ആ നെട്ടിൻ്റെ ത്രെഡും പോയി, ഈ ആക്സിലിൻ്റെ ത്രെഡും പോയി. ഇപ്പോൾ നമ്മളിത് പുതിയ ലേറ്റി കൊടുത്ത് പുതിയ ത്രെഡ് വെട്ടി റെഡി ആക്കിയിട്ടുണ്ട്, മാറേണ്ടി വരും. അപ്പോൾ ഈ വീൽ സെൻ്ററിൻ്റെ വില എന്ന് പറയുന്നത് 573 രൂപയാണ് ഇതിൻ്റെ വില. അപ്പോൾ ഈ 573 ഈ 775 പിന്നെ ഈ ലെയ്ത്തിലെ വർക്കും ലെയ്ത്തിലെ വർക്ക് നെട്ട് പിന്നെ ലെയ്ത്തിൽ ത്രെഡ് വെട്ടിൻ്റെ വർക്ക് ലേബർ പിന്നെ ഇതിൻ്റെ ഈ ബെയറിംഗ് മാറുന്ന ലേബർ, ഇതൊക്കെ കൂടി നല്ലൊരു എമൗണ്ട് വരും ഈ കസ്റ്റമർക്ക്. അങ്ങനെ ഒന്നും വരാതിരിക്കാൻ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ചെറിയൊരു സൗണ്ട് അത് എന്തും ആയിക്കോട്ടെ, ചെറിയൊരു സൗണ്ട് അത് എന്ത് സൗണ്ട് ആണെന്ന് അറിയണമെങ്കിൽ ഇത് അറിയാവുന്ന ഷോപ്പിലോ അല്ലെങ്കിൽ ഈ വണ്ടി ഓടിക്കുന്ന ആൾക്ക് അറിയാമെങ്കിൽ കുഴപ്പമില്ല. അതല്ലെങ്കിൽ എവിടെയെങ്കിലും വർക്ക്ഷോപ്പിൽ എവിടെയെങ്കിലും കാണിച്ച് സാധനം ചെക്ക് ചെയ്യുക. ഓക്കെ.